നമസ്കാരം. വിനീസ് ടോണ്ടപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ചെയ്യുന്ന വീഡിയോകൾ പ്രധാനപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ്. കാരണം അത്രത്തോളം പ്രാധാന്യം ഈ വീഡിയോകൾക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ CAA കുറിച്ചിട്ട് ഇപ്പം പല ആൾക്കാരും ചർച്ചകൾ ചെയ്യുന്നുണ്ട്. CAA കേന്ദ്ര സർക്കാർ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഇനി അതാത് സംസ്ഥാനങ്ങൾ അതങ്ങോട്ട് നടപ്പാക്കണം. അപ്പോൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുമ്പോൾ പോലും കഴിഞ്ഞ NRC CAA സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള 1000-ഓളം വരുന്ന ആൾക്കാർക്ക് ഇതുവരെ അവരുടെ കേസ് എടുത്ത് മാറ്റിയിട്ടില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഈ NRCയിലൊക്കെ പങ്കെടുത്ത് സമരം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ കേസുകളും സർക്കാർ അത് എടുത്ത് മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനി ഒരുപാട് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഈ ഒരു വിഷയം, ഈ CAA വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് നടന്നിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് നമ്മുടെ ദുർഗാവാഹിനിയായിട്ടുള്ള ഈ സുജയ പാർവതി CAA കുറിച്ചിട്ട് നല്ല വിശാലമായ രീതിയിൽ, വളരെ നിഷ്കളങ്കമായ രീതിയിൽ സംസാരിച്ചങ്ങോട്ട് വെച്ചു. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ CAA കുറിച്ചിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായങ്ങൾക്ക് തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്, അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മറ്റു പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ വന്നിരുന്നുണ്ട്. ഈ ചാനലിനകത്ത് വന്നിട്ട് കുരച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട ഊളയാണ് ഈ പറയുന്ന സുജയ. സുജയ എന്ന് പറയുന്ന ഈ ഒരു സാധനം അതാരാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ഇവർ സംസാരിക്കുകയുള്ളൂ. എന്താണെങ്കിലും ഈ അരുണിനെ പോലുള്ള ആൾക്കാരും ഈ ചാനലിനകത്തുള്ളത് കൊണ്ട് ഇദ്ദേഹമൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയൊരു സെല്യൂട്ട്. അരുൺ സാർ, നിങ്ങളെയൊക്കെ എത്ര സെല്യൂട്ട് ചെയ്താലും നമുക്ക് മതിയാവില്ല. കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടവരാണ്. കാരണം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മുടെ രാജ്യത്ത് ആവശ്യം. എന്താണെങ്കിലും ഈ CAA വിഷയം അത് ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അതെന്തായാലും BJP സർക്കാർ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പല സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കുകയും ചെയ്യും. എനിക്കിതിനകത്ത് പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ NRC അല്ലെങ്കിൽ CAA സമരത്തിനകത്ത് ബംഗാളിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു 100 വയസ്സുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഈ പറയുന്ന കാറ്റഗറിയിൽ പെടാത്തതുകൊണ്ട് അദ്ദേഹം രാജ്യം വിട്ടു പോകണം. കാരണം അദ്ദേഹത്തിന് തെളിയിക്കാനായിട്ടുള്ള രേഖകളില്ലെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് 100 വയസ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പം 14 വർഷം കൊണ്ട് ഈ അധികാരത്തിൽ കയറിയവർക്ക് പോലും അവരുടെ പൗരത്വം തെളിയിക്കാനോ അല്ലെങ്കിൽ അവർ ഏത് രാജ്യത്തുള്ളതാണെന്ന് പോലും ഇവർക്കൊന്നും ബോധമില്ല. എന്തായാലും ഇദ്ദേഹം 100 വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെയാണ് താമസിക്കുന്നത് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന ഇവന്മാരുടെ പൗരത്വം എന്താണെന്ന് ആദ്യം തെളിയിക്കണം. ഗൗരവമായിട്ടുള്ളൊരു ചർച്ച. ഈ ചർച്ചയിൽ സുജയ പാർവതി പറഞ്ഞതിന് ശേഷം അതിനുള്ളൊരു മറുപടി അരുൺകുമാർ കൊടുക്കുന്നുണ്ടല്ലോ, അത് ഗംഭീര സാധനമാണ്. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതില് വളരെ പ്രധാനപ്പെട്ട എനിക്ക് സുജയുടെ നിഷ്കളങ്കമായൊരു അവതരണം കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യമൊന്നും തോന്നിയില്ല. കാരണം അത് കുറെ കാലങ്ങളായി നമ്മുടെ വാട്സപ്പിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ്. സുജയ, ആരാണ് ആദ്യമായി നമ്മളുടെ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അതിലൊരു മതത്തിന്റെ എലമെന്റ് കൊണ്ടുവരുന്നത്? ഏത് ഭേദഗതിയാണ് അത്? ഈ ഭേദഗതിയാണ്. അതിനു മുമ്പ് 1955 പൗരത്വ നിയമത്തിലോ അതിനെ തുടർന്നുണ്ടാവുന്ന ചട്ടങ്ങളിലോ മതം ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമേ ആയിരുന്നില്ല. അപ്പോൾ പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാനദണ്ഡമായി എടുത്തുകൊണ്ട് നിർവചിച്ചവരാണോ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത്? അത് ചൂണ്ടിക്കാട്ടുന്നവരാണോ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത്? അതാണ് എനിക്കൊരു സംശയം. സുജയ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ ഇത് നടപ്പിലാക്കുന്നത് എന്നാണ്. സാധാരണ പണ്ട് ബാലങ്കേ നായരുടെയൊക്കെ സിനിമയിൽ നിന്നെ ഞാനിപ്പോൾ ബലാത്സംഗം ചെയ്യും, പീഡിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നായികയെ ബലാത്സംഗം ചെയ്താൽ അത് സ്നേഹപ്രകടനമാവും? ആവില്ലല്ലോ. അത് ബലാത്സംഗം തന്നെയാണ്. അതൊരു ക്രൈമാണ്. ആ ക്രൈം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു. നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നു, ഐ വിൽ ഷൂട്ട് എന്ന് പറഞ്ഞ് കൊന്നു കളഞ്ഞാലും അത് ക്രൈം. ഇവിടെ ഇന്ത്യയുടെ മതേതരത്വത്തിനെതിരെയുള്ള ക്രൈം. ഞാൻ പറഞ്ഞു തരാം സുജയ. രാം റഹീം റോയ് ഇതേ ഉദാഹരണമാണ്. അവർ 1920 പാസ്പോർട്ട് എൻട്രി ആക്ട് പ്രകാരം 1946 ഫോറിനേഴ്സ് ആക്ട് പ്രകാരം ഇല്ലീഗൽ മൈഗ്രന്റായി ഇന്ത്യയിൽ തുടരുന്നു എന്നിരിക്കട്ടെ. ഈ ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ റഹീം മ്യാൻമാറിൽ നിന്നുള്ള ഒരു റോഹിംഗ്യൻ മുസ്ലിം ആണെങ്കിൽ, റാം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നൊരു പെർസിക്യൂട്ടഡ് ഹിന്ദു ആണെങ്കിൽ, ഈ റോയ് ചൈനയിൽ നിന്ന് വന്നൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ, ഇവർ 3 പേരും റിലീജിയസ്ലി പെർസിക്യൂട്ടഡ് ആണെങ്കിൽ ഇതിൽ ആരായിരിക്കും ഇല്ലീഗൽ മൈഗ്രന്റായി തുടരുക? ആരായിരിക്കും ഇല്ലീഗൽ മൈഗ്രന്റ് ആയിരുന്നിട്ടും ഈ നിയമത്തിന്റെ ഭേദഗതിയുടെ സംരക്ഷണയിൽ പുറത്തേക്ക് പോവുക? ജയിലിൽ കഴിയുന്നത് ആര്? പുറത്തു പോകുന്നത് ആര്? സുജയ, ജയിലിൽ കഴിയുന്നത് ഈ റഹീമും റോയും, പുറത്തു പോകുന്നത് രാമും. കാരണം എന്താ? മറ്റു 2 രാജ്യങ്ങളെയും ഈ പട്ടികയിൽ പെടുത്തിയിട്ടില്ല.
ചൈനയിൽ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയോ, ശ്രീലങ്കയിൽ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയോ, മ്യാൻമാറിൽ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നുള്ള അവരെയോ, മ്യാൻമാറിലെയോ ഭൂട്ടാനിലെയോ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. സുജിയ, എന്തിനാണ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുത്തിയത്? നമ്മുടെ അയൽ രാജ്യമായിട്ടാണോ? അഫ്ഗാനിസ്ഥാൻ എവിടെയാണ് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നത്? അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം എന്താകണം? വിവേകപൂർണമാകണം. വർഗീകരണം വിവേകപൂർണമാണോ? എന്താണ് അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടുത്തിയതിലെ പ്രധാനപ്പെട്ട കാര്യം? അഫ്ഗാനിസ്ഥാൻ മുസ്ലിം മതഭൂരിപക്ഷ രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൗദി ഉൾപ്പെടുത്താത്തത്, സിറിയ ഉൾപ്പെടുത്താത്തത്, ഇറാഖിനെ ഉൾപ്പെടുത്താത്തത്? അപ്പോൾ പ്രശ്നം എന്താണ്? ഇതൊരു സിംബോളിക് ആയിട്ടുള്ള, പ്രതീകാത്മകമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു ഫിയർ സൈക്കോസിസ് ജനിപ്പിച്ച് അരക്ഷിതരാവസ്ഥയിലേക്ക് മാറ്റുക എന്നതാണ്. അതാണ് പറഞ്ഞത്. ഇത് വർഗീയത കണ്ടെത്തുന്നത് ആരാണ്? ഇതിൽ വർഗീയത ഉണ്ടെന്നുള്ളത് പറയലാണ് നമ്മുടെ ജോലി. അതിൽ ആദ്യമായി മതത്തെ ഉൾപ്പെടുത്തിയതാരാണ്? ഈ സർക്കാരാണ് സുജയ. ഈ 6 മതവിഭാഗങ്ങളുടെ പേരെഴുതി വെച്ചു ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടത്തിൽ, പൗരത്വ നിയമ ഭേദഗതിയുടെ സെക്ഷൻ 2-ൽ 1985 ആക്ടിൽ. ഇത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരംഗവും സ്വപ്നം കണ്ടതല്ല. ദാറ്റ്സ് എ ക്രൈം. ദാറ്റ്സ് എ ക്രൈം അഗൈൻസ്റ്റ് സെക്യുലറിസം. ദാറ്റ്സ് എ ക്രൈം അഗൈൻസ്റ്റ് ദ വെരി ഐഡിയ ഓഫ് ഇന്ത്യ. അതിനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്. അതിനെയാണ് ഇന്ത്യയിലെ BJP അനുകൂല സംഘപരിവാർ ഗ്രൂപ്പുകൾ ന്യായീകരിക്കുന്നത്. That's a crime against the ന്യായീകരണമല്ല. അതെന്താ അറിയോ അരുണേ, ഇതൊരു നറേഷൻ. ഇതല്ല ഒരു ബുദ്ധിപൂർവമായ ഒറ്റ കാര്യം. അതായത് ശ്രീ ബാലകൃഷ്ണൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ പൈതൃകത്തിൽപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു വാക്ക് നേരത്തെ ഞാൻ കേട്ടു. അതല്ല, അത് ഞാൻ പറഞ്ഞത് അവരുടെ പറച്ചിൽ അങ്ങനെയാണ്. നമ്മുടെ പൈതൃകത്തിലുള്ളവരെ തിരിച്ചു കൊണ്ടുവരിക. അത് പൈതൃകമല്ല, അവരുടെ പറച്ചിൽ. കറക്റ്റ്. അപ്പം നമ്മുടെ പൈതൃകത്തിൽപ്പെട്ടവരേ അല്ല എന്നതാണ്. നമ്മുടെ പൈതൃകത്തിൽ എല്ലാവരും ഉണ്ട്. ആഫ്രിക്കയിൽ ഒരു കുഞ്ഞിന് കൈ വേദനിക്കുമ്പോൾ അത് എന്റെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ അവനും നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. കാര്യം ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത് തന്നെ ലോകത്തെവിടെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിലും അവരുടെ അഭയസ്ഥാനമാകണം ഈ രാജ്യം. അതിന് മതം ഒരു തടസ്സമാകരുത്. ദാറ്റ്സ് മൈ പോളിസി. ദാറ്റ്സ് ദ പോളിസി ഓഫ് മൈ കൺട്രി. കൊടുത്താതെ ഇങ്ങനെ വേണം കൊടുക്കാൻ. കൃത്യമായ രീതിയിൽ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ ഈ സുജയ പാർവതിക്ക് കണക്കിന് കൊടുത്തത്. കാരണം ഇവളുടെ മനസ്സ് മുഴുവൻ വിഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും, കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും അറിഞ്ഞൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത്രത്തോളം വിഷമാണ് ഇവളുടെ ഉള്ളെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ CA വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഘോരം ഈ ചാനലിനകത്തിരുന്ന് ഉറഞ്ഞു തുള്ളി ഈ സാധനം ഇതെല്ലാം കേട്ടതിന് ശേഷമാണ് കൃത്യമായിട്ടുള്ളൊരു മറുപടി അരുൺകുമാർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ വിശദീകരിച്ചത് ഈ ചാണക സുജയ. എന്താണെങ്കിലും ആ പേര് തന്നെ പറയാൻ സത്യം പറഞ്ഞാൽ അറപ്പ് തോന്നുന്നുണ്ട്. കാരണം അത്രത്തോളം വെറുപ്പ് ഇവരോടൊക്കെ തോന്നിപ്പോവാണ്. ഇപ്പം നമ്മുടെ ഈ വിശകല അല്ലെങ്കിൽ ഈ പറയുന്ന വത്സൻ തില്ലങ്കേരിയെ പോലുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കണത്തിലേക്ക് പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ്. ഇവരെയൊക്കെ ഈ ന്യൂസ് ചാനലിനകത്ത് വിളിച്ച് ഇരുത്തിയത് തന്നെ ഈ ചാനലിന് റേറ്റിംഗ് കിട്ടും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിൽ കുറഞ്ഞതൊന്നും ഇവരൊന്നും അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മറ്റു വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.